അപ്പോൾ കഴിഞ്ഞ മാസം 2025 ജനുവരിയിൽ ടൊയോട്ടോ നമ്മുടെ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ട വാഹനങ്ങളുടെ ഒരു കണക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ടൊയോട്ടോ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 26,178 യൂണിറ്റുകളാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2024 ഡിസംബറിൽ ടൊയോട്ടോ ഏകദേശം 24,887 യൂണിറ്റുകളാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസംബറിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ടൊയോട്ടോക്ക് നല്ലൊരു വളർച്ച തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൊയോട്ടോൻ്റെ 2024 ജനുവരിയിൽ അതുപോലെ തന്നെ 2025 ജനുവരിയിൽ ഏതൊക്കെ വാഹനങ്ങൾ എത്ര യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ടൊയോട്ടോയുടെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഇന്നോവയും ഹൈക്രോസുമാണ്. 2025 ഇന്നോവയും ഹൈക്രോസും ഏകദേശം 9,780 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. 2024 ജനുവരിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 9,400 യൂണിറ്റുകളാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്കൊല്ലത്തെ ജനുവരിയിൽ ഏകദേശം 4% ഉയർവ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൊയോട്ടോൻ്റെ ഹൈറൈഡറാണ്. ഈ ഒരു കഴിഞ്ഞ മാസത്തിലെ ഹൈറൈഡർ ഏകദേശം 4,941 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഏകദേശം 5,543 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഹൈറൈഡർ ഒരു 11% വിൽപ്പന കുറഞ്ഞിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഗ്ലാൻസയാണ്. ഗ്ലാൻസ് ഏകദേശം 3,455 യൂണിറ്റിലാണ് കഴിഞ്ഞൊരു മാസം സെയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുന്നത്തെ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ മുന്നത്തെ വർഷം ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 3,740 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 8% ഗ്ലാൻസിയുടെ വിൽപ്പന കുറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഫോർച്യൂണറാണ്. ഫോർച്യൂണറിൻ്റെ വിൽപ്പന ഒരു പൊട്ടിക്ക് കുറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞൊരു മാസം ഫോർച്യൂണർ ഏകദേശം 3,149 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷം 2024 ജനുവരിയിൽ 3,213 യൂണിറ്റിലാണ് ഫോർച്യൂണർ സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്കൊല്ലത്തെ ജനുവരിയിലോട്ട് വന്നപ്പോൾ 2% ചെറുതായിട്ടൊന്ന് ഇടിവ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൂമിയോൺ ആണ്. റൂമിയോൺ നല്ലൊരു മാറ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞൊരു മാസം റൂമിയോൺ ഏകദേശം 1,944 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ 2024 ജനുവരിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 639 യൂണിറ്റുകൾ മാത്രമാണ് റൂമിയോൺ സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഏകദേശം 200% റൂമിയോൻ്റെ വിൽപ്പന വർധനവ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടൊയോട്ടോൻ്റെ ഹൈലക്സ് ആണ്. ഹൈലക്സ് കഴിഞ്ഞ മാസം ഏകദേശം 239 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. 2024 നോക്കുകയാണെങ്കിൽ 289 യൂണിറ്റിലാണ് ഹൈലക്സ് സെയിൽ ചെയ്തിരിക്കുന്നത്. ഹൈലക്സിൻ്റെ കാര്യത്തിൽ ചെറിയ രീതിയിലൊരു ഇടിവ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ക്യാമറിയാണ്. ക്യാമറി നമുക്ക് 2024 ഡിസംബറിലാണ് പുതിയ മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 197 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഏകദേശം 312 യൂണിറ്റിലാണ് കഴിഞ്ഞ ജനുവരി വർഷം 2024 ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. 37%-ലേറെയാണ് ഇടിവ് വന്നിരിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇതിന് മുന്നേറാനും വളരെ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് വെൽഫെയർ ആണ്. വെൽഫെയർ കഴിഞ്ഞൊരു മാസം ഏകദേശം 3 മാത്രമാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2024 ജനുവരിയിൽ ഏകദേശം 61 യൂണിറ്റാണ് വെൽഫെയർ സെയിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഈ ഒരു കഴിഞ്ഞൊരു മാസം 26,178 വാഹനങ്ങളാണ് ടൊയോട്ടോ സെയിൽ ചെയ്തിരിക്കുന്നത്. 2024 ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 23,197 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ജനുവരിയിൽ 13%-ലേറെയാണ് വിൽപ്പനവ് വർധനവ് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രം. പിന്നെ കൂടാതെ ടൊയോട്ടോ ഈ ഒരു വർഷം 4-ലേറെ വാഹനങ്ങളാണ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ അർബൻ ക്രൂസർ EV ആണ്. അതുപോലെ തന്നെ അർബൻ ക്രൂസറിൻ്റെ 7 സീറ്ററും അതുപോലെ തന്നെ ഫോർച്യൂണറുടെ ഹൈബ്രിഡൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ മറ്റു പല വാഹനങ്ങളും കൊണ്ടുവരാൻ പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ ടൊയോട്ടോൻ്റെ വാഹനങ്ങളിൽ ആൾക്കാർ കൂടുതൽ ആവശ്യപ്പെടുന്നത് MPV വാഹനങ്ങളാണ്. ഇന്നോവ അതുപോലെ തന്നെ ഹൈക്രോസ്, റൂമിയോൺ എന്നീ വാഹനങ്ങളാണ് ആൾക്കാർ കൂടുതൽ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ടൊയോട്ടോയുടെ ഒരു തുറുപ്പ് ചീട്ടെന്ന് പറയുന്നതും ഇന്നോവ തന്നെയാണ്. അപ്പോൾ ഇന്നോവയുടെ സെയിൽസ് ഇനിയും വളരെയധികം വളരാൻ ചാൻസ് കൂടുതലാണ്. കൂടാണ്ട് ഇന്തോനേഷ്യൻ മാർക്കറ്റിൽ ഇന്നോവയുടെ ഇലക്ട്രിക് പതിപ്പൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അധികം വൈകാതെ ഇന്ത്യയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയത് ടൊയോട്ടോൻ്റെ തൈസറിനെ പറ്റിയാണ്. തൈസർ കഴിഞ്ഞ മാസം ഏകദേശം 2,740 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരുന്നത്. പക്ഷേ തൈസർ 2024 ഏപ്രിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2024 ഡിസംബറിലെ സെയിൽസ് നോക്കുമ്പോൾ 2024 ഡിസംബറിൽ ഏകദേശം 2,628 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ജനുവരിയിലോട്ട് വന്നപ്പോൾ ഏകദേശം 2,740 യൂണിറ്റുകളിലേക്ക് സെയിൽസ് എല്ലാം ഉയർന്നിട്ടുണ്ട്.